നമസ്കാരം, വെൽക്കം ടു ഫൺ ഫാലിമി. കുടുംബത്തോടൊപ്പം സന്തോഷവും ചിരിയും പങ്കിടുന്ന ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലെ പൂങ്കാവ് എന്ന സ്ഥലത്താണ്. സൗമ്യയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് സൗമ്യയുടെയും ഹസ്ബൻഡിന്റെയും ഒരു സ്പെഷ്യൽ ഡേ ആണത്രേ. സോ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു സർപ്രൈസ് എൻട്രി നടത്തി ഒരു സർപ്രൈസ് പണി നമുക്ക് കൊടുത്താലോ? ഞങ്ങളിവിടെ എത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റായി. ഈ റോഡിൽ ഞങ്ങൾക്ക് കിട്ടിയ ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ റോഡിൽ ഇപ്പോൾ ഈ സൗമ്യയുടെ വീട് അന്വേഷിച്ച് നടന്ന് ആർക്കും സൗമ്യ അറിഞ്ഞുകൂടാ. അവസാനം സൗമ്യയുടെ വാട്സപ്പ് നമ്പറിൻ്റെ DP കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും പറയുന്നു, ഇത് നമ്മുടെ നിക്കപ്പന്റെ വീടല്ലേ. നിക്കപ്പൻ അറിയാത്തവരായിട്ട് ഈ നാട്ടിൽ ആരുമില്ല. സത്യം പറഞ്ഞാൽ ബ്രോയുടെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നിക്കപ്പൻ എന്നുള്ള പേര് എനിക്ക് അങ്ങ് രജിസ്റ്റർ ആയി. ശരിക്കുള്ള പേരെന്താണ്? നിക്സൺ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. നാട്ടിലൊക്കെ നല്ല പേരാണ് കേട്ടോ, ചീത്ത പേരല്ല, നല്ല പേര്. ശരിക്കും ഒരു വസന്ത എന്ന് പറയുന്ന ചേച്ചിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിക്കപ്പനാണ്. നിക്കപ്പൻ നമ്മൾ ചെറുപ്പം കാലം തൊട്ട് അറിയുന്നതൊക്കെ പറഞ്ഞ് നാട്ടിലെ ഇലക്ഷൻ ഒക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഓക്കെ, സൗമ്യ ഹായ്. സൗമ്യയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോ സൗമ്യയുടെ വിശേഷങ്ങൾ വെച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങാം. സൗമ്യ എന്ത് ചെയ്യുന്നു? ഞാൻ അഷ്ടമുടി സലൂണിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് വർഷമായോ? ഇല്ല, ഒരു വർഷത്തിന് അടുത്ത്. അത് ശരി. അപ്പൊ സ്വദേശം ആലപ്പി തന്നെ. ഇവിടുന്നൊരു ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. അത് നോക്കി പിടിച്ചതാണ്. എന്ത് രാവിലെ 1 കിലോമീറ്ററിന് അവിടെ വന്ന് നിൽക്കാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം. 2 മാസമായിട്ടുള്ളൂ. ഓ, അതായത് കളറിൽ ഒരു മാച്ചിങ് ഉണ്ട്. ഇത് നോക്കിയേ, ഇത് സെറ്റ്. ഓക്കെ, സൂപ്പർ. എന്തായാലും ഭയങ്കര സന്തോഷം ബ്രോയുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹാപ്പി രണ്ടുപേരെയും, ബ്രോയുടെ മാത്രമല്ല കേട്ടോ, ഹാപ്പിലി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. നിക്സൺ ബ്രോ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ സിസ്വിൻഫ്ര എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ സപ്ലൈ നമ്മൾ ചെയ്യുന്നത്. മെറ്റീരിയൽ സപ്ലൈ. ഓ, നാഷണൽ ഹൈവേയുടെ പണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ പണിയായിരിക്കും. നാട്ടുകാര് ഇതേപോലെ എന്തെങ്കിലും കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞങ്ങള് ആക്ച്വലി നമ്മള് റോഡിലൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിളിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളല്ല, അറിയാലോ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ വർക്ക്. പുറമേ നിന്ന് എല്ലാവർക്കും നന്നായിട്ട് കുറ്റം പറയാൻ പറ്റും, പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അതിന്റെ എഫേർട്ട് എന്താണെന്ന് അറിയുള്ളൂ. രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാതെ കഷ്ടപ്പാട് ഒത്തിരി ഉണ്ട്. ബ്രോ ചെയ്ത റോഡിന് എങ്ങനെയും കുണ്ടും കുഴിയും വന്നിട്ട് പരിഹരിക്കേണ്ട അവസ്ഥ. നാഷണൽ ഹൈവേ വർക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ, ഫിനിഷ് ആയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കാം. സൗമ്യ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. സൗമ്യ, എന്താണ് കേസ്? നിക്സന്റെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അത് ശരി. അപ്പൊ അതാണ് സർപ്രൈസ് ആയിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ഓക്കെ, എത്രാമത്തെ വയസ്സാന്ന് ഞാൻ ചോദിക്കുന്നില്ല, പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എന്ത് സമ്മാനമാണ് സൗമ്യ വാങ്ങിച്ചു തന്നത്? സൗമ്യ വാങ്ങിച്ചെന്ന സമ്മാനമാണ്. ശരി, ഓക്കെ. സോ സൗമ്യ നല്ലൊരു അടിപൊളി ഫോൺ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ബർത്ത്ഡേക്ക് എന്താണ്? ബർത്ത്ഡേ കഴിഞ്ഞ സൗമ്യയുടെ എന്താണ് കൊടുത്തത്? ഞാൻ ഉടുപ്പാണ് വാങ്ങിക്കൊടുത്തത്. പക്ഷെ ഇവിടെ കുറച്ച് കൂടി പോയിട്ടോ, റേഞ്ച് കുറച്ച് മാറിപ്പോയി. സാരമല്ല, അടുത്ത ബർത്ത്ഡേക്ക്. അതെ, ശരി. എന്താണ് വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എങ്ങനെയൊക്കെയാണ് വീട്ടില്? ഇവിടെ ഞാനും വൈഫും, അമ്മ, ചേട്ടന്റെ വൈഫ്, കുട്ടി. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ എഞ്ചിനീയറാണ്. ഇവിടെ ഒമാനിലാണ്. ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്? ചേട്ടൻ ഇല്ല, വൈഫും കുട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ. നിക്സൺ ബ്രോ നന്നായിട്ട് പാടുമെന്നാണ് വസന്ത ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞത്. ശരിയാണോ? ഒരിക്കലും ഇല്ല. വസന്ത ചേച്ചി പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് ഞങ്ങൾ എന്തോരം എടുത്തോണ്ട് നടന്നതാ, എന്തോരം പാട്ട് പക്ഷെ പാട്ട് പാടിയിട്ടില്ല. സൗമ്യം പാട്ട് പാടിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. സൗമ്യ, നമുക്ക് ആ ഒരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത്രേ. ഇല്ല, സൗമ്യ ഇപ്പോഴേ പാട്ട് പാടിയാ ശരിയാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ച സ്ഥിതിക്ക് സൗമ്യ പറയാം നമുക്കത്. എന്തോ ഒരു പണി തരാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചേക്കണം സൗമ്യ. അത് ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള ഒരു പണിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും പണി എന്താണ് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം അത് സൗമ്യക്കാണ്. സൗമ്യ, എന്ത് കൊടുക്കാം? ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ തന്നെ ഒരു പായസം വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓഹോ, ഇതാണ് മടി. പായസം ഉണ്ടാക്കാൻ മടിച്ചിട്ട് വിളിച്ചു വരുന്നേ. ഓക്കെ സൗമ്യ, അപ്പൊ പായസം ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്ത് പായസം വേണം? സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പരിപ്പായസം അത്. അപ്പൊ അതിന്റെ സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്ന് അറിയോ? എല്ലാം ഞാൻ സെറ്റാക്കി കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എളുപ്പമായല്ലോ.
സെറ്റ്. ഓക്കെ. പോവാം. ഓക്കെ ബ്രോ, ഓൾ ദി ബെസ്റ്റ്. ഇതേ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, വൈഫ് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും പേടിക്കാനൊന്നുമില്ല, ഇത് ഓരോന്നും കറക്റ്റ് സമയത്ത് ഇട്ടാൽ മതി. പക്ഷേ അതാണ് നമുക്ക് അതാണ് മുഖ്യം ബെങ്കിലേ. ഓക്കെ, ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്നൊക്കെയുള്ള വല്ല ധാരണയുണ്ടോ? ആ ഓക്കെ ഫൈൻ. അപ്പൊ ഏതിൽ നിന്ന് തുടങ്ങണം നമുക്ക്? ആദ്യം പരിപ്പ് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരി, ശേഷം ഓരോരോ കാര്യങ്ങൾ സെറ്റ്. ഓക്കെ. നേരത്തെ എല്ലാം സെറ്റ് വെച്ചിരിക്കുന്നുണ്ടെല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കാം. ആ ഓക്കെ. ആ ടൈമിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട്. ആ ശരി ശരി. ചട്ടി ചൂടായി തുടങ്ങിയേ. ചട്ടി ചൂടായി തുടങ്ങി. അതെ, പരിപ്പ് നമ്മളത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാഷിങ്ങിലൊക്കെ ഒരു പ്രൊഫഷണലിസം ഞാൻ കാണുന്നു. കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, എന്തൊക്കെയാണ് മെയിൻ ബ്രോയുടെ സിഗ്നേച്ചർ സാധനങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ, ബീഫ് ഐറ്റംസ്. ഓക്കെ, നെയ്യ് ഇട്ടിട്ട് തുടങ്ങാം. ഈ നെയ്യിന്റെ മണം വരുമ്പോൾ പാലക്കാട് പോയൊരു ഫീലാണ്. നമ്മൾ ഈ ഷോയുടെ ഭാഗമായിട്ടേ ഒരുപാട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പോകുമല്ലോ. അപ്പോൾ ഇതേപോലെ പാലക്കാടുള്ള കുറേ ചേച്ചിമാർ ഭർത്താക്കന്മാർക്ക് പണി കൊടുക്കുന്നത് അവിടുത്തെ ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിരിക്കും. അപ്പോൾ എല്ലാറ്റിലും അവർ നെയ്യ് ചേർക്കും. അത് നല്ല മണമാണ്, നല്ല രുചിയായിരിക്കും. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാകും ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപ്പ് പായസം. ഇതൊന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എത്ര വിസിൽ വേണ്ടി വരും? ഒരു 2 വിസിൽ. 2 വിസിൽ. ശരി. അപ്പൊ സാധാരണ ബർത്ത്ഡേ ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും ആഘോഷിക്കുന്നത്. ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി ഫുൾ ആഘോഷമായിരിക്കും. അങ്ങനെയാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഒറ്റ വാക്കിൽ ഉത്തരം പറയല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. പരാതി വന്നായിരുന്നോ? ഓ കല്യാണം കഴിഞ്ഞ അത് ഓണത്തിനെ വന്നേ. ഓണത്തിനെ കിട്ടി. ഇന്ന് ആക്ച്വലി നിങ്ങൾക്ക് വേറെ വല്ല പ്ലാനും ഉണ്ടായിരുന്നോ പുറത്തു പോകാൻ? ഇല്ല, പുറത്തുനിന്ന് വൈകുന്നേരം ഒന്നും ജസ്റ്റ് ഔട്ടിങ് മാത്രമേ. അത് ശരി. അത് ഞങ്ങളായിട്ട് കോളാക്കി തന്നു. അതെ. സാരമല്ലേ, ഇതും ഒരു ഓർമ്മയല്ലേ. എന്തായി, കളർ മാറിയാ? മാറി വരുന്നു. ഓക്കെ, നമുക്ക് ഇനി പണിയുണ്ട്. തേങ്ങയൊക്കെ ചെലവാനുണ്ട്, ഒരു ലോഡ് പണിയുണ്ട്. അതെ, ഞാൻ സഹായിക്കാം. ഒരാൾക്ക് രണ്ടും കൂടെ ചെയ്യണ്ടേ? എനിക്ക് വിഷമമാണ്. ബർത്ത്ഡേ ആയിട്ട് ഒരാളെ എല്ലാ പണിയും ഒരാൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനും ഇതിലൊക്കെ സഹായിക്കണ്ടേ? ആ, എനിക്ക് കിട്ടേണ്ട തേങ്ങ വെള്ളമാണ്, അത് പോയി. ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ല തേങ്ങ വെള്ളം വേണമെന്ന്. ഇത് തിളച്ച് പൊങ്ങി പോവോ? ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? അതെ, ഇത് വലിയ സുഖമൊന്നും ഇല്ലാട്ടോ. കയ്യോ എനിക്കിനെന്തേ ഏത് നേരത്താണ് അവതെടുത്ത് തലയിലേക്കാൻ തോന്നിയത്? അതെ, ഇതിപ്പോ ശർക്കരയുടെ കളറായി വന്ന്. ഓക്കെ, അത് അണച്ചേക്കട്ടെ. അങ്ങനെ നമ്മൾ നെയ്യിലിട്ട് വറുത്ത് നമ്മുടെ പരിപ്പ് അടുത്തതായി വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ച് അടിക്കാൻ പോകുന്നു. 2 വിസിൽ അല്ലേ? അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടാസ്ക് ചെയ്യാനുണ്ടോ? തേങ്ങ നമുക്ക് 1/4 പാലിന് 2 പാൽ എടുക്കണ്ടേ? ഓക്കെ, എല്ലാം അറിയാം.
ബർത്ത്ഡേ ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ഇത്രയും പണിയെടുക്കുന്നത്. അതെ, മറ്റേത് എല്ലാവരും സഹായിക്കും. ഇന്ന് ബർത്ത്ഡേ അല്ലേ, നീ മോനെ നീ റെസ്റ്റ് എടുക്കടാ, നീ ഇന്ന് പണിക്കൊന്നും വരണ്ടാ. അതെ, സ്കൂളിലാണെങ്കിൽ യൂണിഫോം പോലും ഇടണ്ട ബർത്ത്ഡേക്ക്. ഓഫ് ചെയ്തു. ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. ഓക്കെ. അങ്ങനെ ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാം പാലിലേക്ക് കടന്നിരിക്കുകയാണ്. അരമണിക്കൂറായി ഇവിടുന്ന് പോയിട്ട്, ഇന്നെങ്കിലും നടക്കുവോ? പിന്നെ അപ്പോൾ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് ഇത് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ശർക്കര പാനിയായിട്ട് മിക്സ് ചെയ്യാം. പുതിയൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ശർക്കര പാനി അരിച്ചൊഴിക്കാൻ പോവാം. ഓക്കെ, കൂടെ നമ്മുടെ പരിപ്പ് വെന്തിരിക്കുന്ന പരിപ്പും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യുന്നു. നമുക്കിതിൽ ചേർക്കേണ്ട കാഷ്നട്ട്സും അതും ഇതൊക്കെ നമുക്ക് നെയ്യിലൊന്നുകൂടെ ഒന്ന് വയറ്റിയെടുക്കാം. ഞാൻ കുറച്ചു നേരം ഈ പണി ചെയ്യട്ടെ. ഇതിൽ ഇനി പാല് ചേർക്കാം നമുക്ക്. ആണോ? ഞാനെന്നാ അങ്ങോട്ട്. അതെ, ഇപ്പുറത്തേക്ക് വരും. രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്. ഓക്കെ. എന്ത് പറയുമ്പോഴൊരു ചിരിയ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ മൊത്തത്തില്. രണ്ടാം പാൽ ഒഴിച്ച് ഏകദേശം ആയിട്ടിരിക്കുവാണ്. നമുക്കിനി ഇതിനോട് ഒന്നാം പാലും കൂടെ ചേർത്ത് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ എന്തിനാ വർത്താ ചെയ്യണം? അതിവിടെ പറ. അതിപ്പം ശരിയാക്കി തരാം. ഒക്കെ മറന്ന് കിളി പോയിരിക്കുകയാണ്. അങ്ങനെ നീണ്ട നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയ നിക്കപ്പൻ നിന്നുകൊണ്ട് ഒരു അടിപൊളി പായസം ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് പെണ്ണിനുള്ളത്. ഇനി പെണ്ണിന്റെ മാമനൊരുത്തനുണ്ട്, അവനും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസും കൂടെ. മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. ഓക്കെ ബ്രോ, എന്തും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കല്ലേ? അതെ, നേരെ സൗമ്യയുടെ അടുത്തേക്ക് പോകാം. പെണ്ണിന്റെ മാമന നോട്ടെ കുട്ടി, എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വിചാരിച്ചതിനെക്കാട്ടി കൊള്ളാം. കൺഗ്രാറ്റുലേഷൻസ് ബ്രദർ. ഓക്കെ, അപ്പൊ എത്ര മാർക്ക് കൊടുക്കും 10-ല്? 9.5. ഓ സൂപ്പർ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. വെള്ളത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. 9.5-ലത്തെ 0.5 ഞാൻ കട്ട് ചെയ്ത് 9 മാർക്ക് എന്റെ വക ഞാൻ തന്നിരിക്കുന്നു. ഹാപ്പി അല്ലേ അലിയ? ഓക്കെ സൂപ്പർ. അപ്പൊ നമ്മുടെ ടാസ്ക് അതിഗംഭീരമായിട്ട് നിക്സൺ ബ്രോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് അറിയാലോ, പ്രിയതമയുടെ സൗമ്യയുടെ ഗെയിം സെഗ്മെന്റ് ആണ്. സൗമ്യ പോവാം.
ഓക്കെ, അങ്ങനെ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് പാർട്ടായ നമ്മുടെ ഗെയിം സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. സൗമ്യ വളരെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സൗമ്യക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട്. ഓഹോ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കയ്യിലിട്ടൊരു ശീലമുണ്ടോ? കയ്യിലിട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് വള പോലെ ഇടുന്ന സാധനമാണ്. തെറ്റിദ്ധരിക്കുന്ന ചോദിച്ചു, ബുദ്ധിയുണ്ട് കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ഈ സാധനം ഇങ്ങനെ ആവും, കണ്ടോ? ഈ സാധനം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ 2 വാല് കണ്ടോ? ഈ വാല് നമ്മൾ ഇങ്ങനെ തലയിൽ കെട്ടിത്തരും, ഇങ്ങനെ കെട്ടിത്തരും. അപ്പൊ ഇങ്ങനെ തൂങ്ങി കിടക്കും, ഒരു തുമ്പിക്കൈ പോലെ ഫീൽ ചെയ്യണില്ലേ? ഇനി ആന ചിഹ്നം വിളിക്കുന്ന പോലെ തുമ്പിക്കൈ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ ആട്ടി 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 അവസാനം ഈ സാധനം ഇങ്ങനെ നിക്കണം. ഓക്കെ, നിർത്തിയാ? ഇതിങ്ങനെ നിർത്തണം. അതാണ് ടാസ്ക്. സിമ്പിൾ അല്ലേ? നോക്കാം. 1 മിനിറ്റ് ആണ് സൗമ്യയുടെ സമയം. 1 മിനിറ്റിനകത്ത് ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിലേക്ക് കടക്കുന്നതാണ്. ഓക്കെ, സോ ഞാൻ കെട്ടിത്തരാം. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈ പുറകിലോട്ട്. വരത്തില്ല ചേട്ടാ. 20 സെക്കൻഡ് നോക്ക്. വന്നാ ഇതേപോലെ കറക്റ്റ് വരണം. ഓക്കെ, 30 സെക്കൻഡ്. കഴുത്ത് മുകളിൽ കയറുമ്പോ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേ. അങ്ങനെ അങ്ങോട്ട്. 38 സെക്കൻഡ് ആയി. വരത്തില്ല. 50 സെക്കൻഡ്. ശ്രമിക്കേ. ഇല്ല, വരത്തില്ല. വേണ്ട, മതി. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവസാനം എന്നെ നിക്സൺ ബ്രോ നിക്കപ്പൻ എന്നെ വന്ന് തല്ല എന്റെ ഭാര്യയുടെ കഴുത്തൊടിച്ചു എന്ന് പറഞ്ഞോണ്ട് കുറെ നേരമായിരുന്നു തല ഇരുന്ന് ആടുന്ന്. അടിച്ചാ മതി എന്റെ പൊന്നോ. ഓക്കെ, ഹാപ്പി ആയോ? ഇപ്പൊ സന്തോഷമായോ? സാരമില്ല, നമ്മുടെ ഈ ഗെയിം സെഗ്മെന്റിൽ സൗമ്യ പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. വേറൊരു സമ്മാനം കൂടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് നിക്കം ബ്രോ വേണ്ടേ? വേറെ ആരൊക്കെ വേണം? വീട്ടിലുള്ള എല്ലാവരും. സോ ഫാമിലി മൊത്തം വരട്ടെ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ മാറിയിട്ട് ഗിഫ്റ്റ്സ് വരട്ടെ. ഒപ്പം ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഫുൾ ഫാമിലി, നിക്സൺ ബ്രോ അടക്കം ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. ബ്രോ അവിടെ കണ്ടാറോ? ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം സെഗ്മെന്റ്? പുള്ളിക്കാരത്തെ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രൈസ് അടിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് സാരമില്ല, എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് നിക്സൺ ബ്രോ? പരിചയപ്പെടുത്തുന്നത്. ഇത് സൗമ്യയുടെ പപ്പയാണ്. നമസ്കാരം. പപ്പയുടെ പേര്? ഇത് സൗമ്യയുടെ മമ്മിയാണ്. ഓക്കെ, അമ്മയുടെ പേര്? ഷീജ. നമസ്കാരം. പിന്നെ ഇത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ജെസിമോൾ. ഇത് എൻ്റെ ചേട്ടത്തിയാണ്, ചേട്ടന്റെ വൈഫ്, പേര് ജീന. നമ്മുടെ ഒമാനിലുള്ള ചേട്ടന്റെ വൈഫ്. അതെ അതെ. ഇയാൾ ആരാണ്? ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോ ഇവിടുത്തെ. അയ്യോ, ഇഷാൻ എന്നാണ് പേര്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ സെഗ്മെന്റ് ആയ ഗിഫ്റ്റ് വേണ്ടേ? പിന്നെ തീർച്ചയായും സൂര്യ കോമഡിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. 2 പേർക്ക് കൂടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഫ്രം സൂര്യ കോമഡി. താങ്ക് യു. ഓക്കെ, ഹാപ്പി അല്ലേ? ഇവിടെ തന്നെ വെക്കാം, പോകുമ്പോ കൊണ്ടുപോയാൽ മതി. ശരി, അപ്പൊ നമ്മുടെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? എന്താണ്? ശരി, ഓക്കെ. അങ്ങനെ മധുരം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ബ്രോ, വൺസ് അഗൈൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്റെ വകയെ നമ്മുടെ സൂര്യ കോമഡി പ്രേക്ഷകരുടെ വകയെ. ഓക്കെ, ഹാപ്പി ആയില്ലേ? ഇത്തവണത്തെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചില്ലേ? സന്തോഷമായില്ലേ? ഒരിക്കലും മറക്കില്ലല്ലോ? നീയും മറക്കില്ലല്ലോ? ആദ്യമായിട്ട് കേക്ക് കഴിക്കുകയാണ് നമ്മുടെ സൂര്യ കോമഡിയിലൂടെയാണ് ആദ്യമായിട്ട് കേക്ക് കഴിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിലോ ദയവായി താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. It's me, signing off from Fun Family. Bye.